ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 49. വ ഇൻ റവാ അൻ ശൈഖിൻ ഹദീസൻ. ഇനി ഒരു റാവി ഒരു ശൈഖിനെ തൊട്ടൊരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു. വജഹദ ശൈഖു മർവിയഹു. ആ ശൈഖ് ആ ശിഷ്യൻ റിപ്പോർട്ട് ചെയ്ത ആ മർവീനെ എന്ത് ചെയ്തു? നിഷേധിച്ചു. ഫഇൻകാന ജസ്മൻ. അപ്പോൾ ആ ഷെയ്ഖിൻ്റെ നിഷേധം അത് ഉറപ്പായ നിഷേധമാണെങ്കിൽ, ജസ്മൻ നിലക്കാണ് അയാൾ ഇൻകാർ ചെയ്തതെങ്കിൽ, ആ ജസ്മൻ ചെയ്ത് നിലക്ക് ഇൻകാർ ചെയ്യലെങ്ങനെ? കാൻ യഖൂല, അദ്ദേഹം പറഞ്ഞു, കദിബ അലയ്യ, ആ ശിഷ്യൻ എൻ്റെ മേൽ കളവ് പറയുകയാണെന്ന് പറഞ്ഞു. ഔ മാ റവൈതു ലഹു ഹാദ, അല്ലെങ്കിൽ ഞാനിത് അവന് റിവായത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. വനഹവി ദാലിക, ഇതേപോലെയുള്ള ജസ്മിൻ്റെ ഇൻകാറിൻ്റെ ജസ്മിൻ്റെ വാചകങ്ങൾ പറഞ്ഞാൽ, ഫൈൻ വഖഅ മിൻഹു ദാലിക, പിന്നെ അങ്ങനെ ഈ ഇൻകാർ ആ ഷെയ്ഖിൽ നിന്ന് സംഭവിച്ചാൽ, അതൊന്നുകൂടെ തഹക്കീദിന് വേണ്ടിയിട്ടാണ് ആ ഷർത്തിനോടെ മടക്കിക്കൊണ്ടുവന്നത്. വൈൻകാന വഖഅ മിൻഹു ദാലിക, വൈൻകാന ജസ്മൻ എന്ന് പറഞ്ഞ മതിയെ, പിന്നെ ഇത് മടക്കിക്കൊണ്ടുവന്ന് ഒന്നുകൂടെ തഹക്കീദിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഷെയ്ഖിൽ നിന്ന് ആ ഇൻകാർ സംഭവിച്ചാൽ റുദ്ദ ദാലിക്കൽ ഖബറു, അപ്പോൾ ഈ ശിഷ്യൻ റിപ്പോർട്ട് ചെയ്ത ഈ ഖബർ അത് തള്ളപ്പെടുന്നതാണ്. കാരണം ദി കദിബി വാഹിദിൻ മിൻഹുമ, ഇവർ രണ്ടുപേരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കളവ് പറയാൻ സാധ്യതയുണ്ടായതിനു വേണ്ടി. രാബി ഐനിഹി, രണ്ടിൽ ഒരാളെ നിജപ്പെടുത്തിയിട്ടില്ല, ഇന്ന ആള് എന്നില്ല. അപ്പോൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ പറയുന്നത് കളവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കളവിന് എത്തിമാലിന് വേണ്ടി പിന്നെ തള്ളപ്പെടും. വലാ യകൂനു ദാലിക, എന്നാൽ ഈ ഹദീസ് അങ്ങനെ തള്ളുക എന്നതുകൊണ്ട് ആ ഹദീസ് തള്ളുന്നത് അത് ഖാദിഹം ഫി വാഹിദി മിൻഹുമ, അവർ രണ്ടുപേരിൽ നിന്ന് ആരിലും അത് ഐബാക്കുന്ന കാര്യമല്ല. ഷെയ്ഖിനെയോ തിൽമീദിനെയോ രണ്ടിൽ നിന്ന് ആരെയും ഐബാക്കുന്ന കാര്യമല്ല അവിടെ ഹദീസ് തള്ളുക എന്നത്. കാരണം ഈ തഹാറുദി, അവിടെ ഈ തഹാറുദ് ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ അങ്ങനെ ഹദീസ് തള്ളുന്നത്. പിന്നെ അപ്പോൾ അത് റാവികളിൽ എന്തല്ല, അത് ഖാദിഹല്ല. ഔകാന ജഹ്ദുഹു, അല്ലെങ്കിൽ ഈ ഷെയ്ഖിൻ്റെ ഈ നിഷേധം ആയി, ഇൻകാറായി, ഇഹ്തിമാലൻ, ഈ ഇഹ്തിമാലാണ്, ഉറപ്പില്ല. അപ്പോൾ ഉറപ്പില്ലാത്ത ഇൻകാറാണ്. അതേതുപോലെ കാൻ യഖൂല, ആ ഷെയ്ഖ് പറയും പോലെ, മാ അസ്കുറു ഹാദ, ഈ ഹദീസിനെ ഞാൻ ഓർക്കുന്നില്ല. ഔ ലാ അരിഫുഹു, അല്ലെങ്കിൽ ആ റാവിയെ ഞാൻ അറിയുന്നില്ല, അയാളെ എനിക്കറിയില്ല. അതുപോലുള്ള കലാം എന്ത് ചെയ്തു? ഈ ഇഹ്തിമാലുള്ള പിന്നെ നിലക്കാണ് പിന്നെ ഇൻകാർ ഉണ്ടായതെങ്കിൽ, ഖുബില ദാലിക്കൽ ഹദീസു, അപ്പോൾ ആ ഹദീസിനെ സ്വീകരിക്കപ്പെടുന്നതാണ്. ഫിൽ അസഹി, അസഹ് പ്രകാരം സ്വീകരിക്കപ്പെടുന്നതാണ്. കാരണം ലി അന്ന ദാലിക, അത് ഈ ഇവിടെ ഈ ഷെയ്ഖ് ഇൻകാർ ചെയ്തത് യഹ്തമിലു അല നിസിയാനി ഷെയ്ഖി, അത് ആ ഷെയ്ഖിൻ്റെ മറവിയുടെ മേലെ ഹംദി ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മറവിക്ക് സാധ്യത ഉണ്ടായത് കൊണ്ട് ഇവിടെ അസഹ് പ്രകാരം ഈ ഹദീസ് സ്വീകരിക്കപ്പെടും. എന്നാൽ ഇവിടെ വഖീല, പറയപ്പെട്ടു, ലാ യുഖ്ബലു, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം അന്നൽ ഫറഅ തബഉൻ ലിൽ അസ്ലി, അത് അസ്ലിനോട് താബിയാണ്. ഫി ഇസ്ബാത്തിൽ ഹദീസി, ഹദീസിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ. നിലയ്ക്ക് ബി ഹൈസു ഇദാ സബ്ബത്തൽ അസ്ലു അൽ ഹദീസ, ഇവിടെ അസ്ലു എന്ത് ചെയ്തു? ഷെയ്ഖ് ഹദീസിനെ സ്ഥിരപ്പെടുത്തിയാൽ സബത്തത്ത് റിവായത്തുൽ ഫർഇ, അപ്പോൾ
ഫർഇന്റെ റിവായത്തും സ്ഥിരപ്പെടും. അപ്പോൾ കദാലിക അപ്രകാരം തന്നെ എംബൈ അയ്യക്കൂന ഫർഅൻ അലൈഹി വ തബഅൻ ലഹു. ആ പിന്നെ അസ്ലിന്റെ ഫർ ആകണം, ആ അസ്ലിനോട് താബി ആകണം. എന്തില്? ഈ തഹഖീഖിൽ, അതായത് തയക്കുനിൽ. അപ്പോൾ ഷെയ്ഖിന് തയക്കുനുണ്ടെങ്കിൽ ഈ അസ്ലിന് പിന്നെ ഫർഇനും തയക്കുനുണ്ടാവും. അപ്പോൾ ഷെയ്ഖ് അത് ഇൻകാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കില്ല എന്നതാണ് ഈ ഖീല. തയക്കുന് എന്നുള്ളിടത്ത് വേറൊരു നുസ്ഖയിൽ അവിടെ പിന്നെ ഫി തഹഖീഖ് എന്നുള്ളത് ഫി എന്നൊരു നുസ്ഖയുണ്ട്. അവിടെ ഉർഫിമാമൊക്കെ പറയുന്നത് ആ നുസ്ഖയെക്കാട്ടിലും നല്ലത് ഇവിടെ ഈ ഫി തഹഖീഖ് എന്ന് പറഞ്ഞാൽ, അവിടെ തഹഖീഖ് എന്ന് പറഞ്ഞാൽ തയക്കുനിൻ്റെ മാനക്കുള്ള തഹഖീഖാണ്, ബിമാന തയക്കുൻ. അപ്പോൾ ഈ ഇബാറത്താണ് ആദിൽ ഇബാറത്ത് ഹുവൽ മുനാസിബ് ബിൽ മഖാമി. കാരണം അന്നൽ കലാമ അല ജഹദിൽ എഹ്തിമാലി, കാരണം എഹ്തിമാലിയായ ജഹദിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ഈ പിന്നെ ഇപ്പം പറയുന്ന കലാമ്. അപ്പോൾ ആ മഖാമിനോട് യോജിച്ചതാണ്. അപ്പോൾ തയക്കുനുണ്ടെങ്കിൽ എന്ന്, ആ തയക്കുനിൽ അസലിനോട് താബിയും ഫറഹുമായിരിക്കും എന്ത് ഫറഹ്. പിന്നെ യാനി ഉർസിമാം എഴുതി യാനി ഇപ്പോൾ ഇദാലം യതയഖനിൽ അസ്ലു അൽ ഹദീസ, അസ്ൽ എന്ത് ചെയ്തിട്ടില്ല, അതായത് ഷെയ്ഖ് ഹദീസിനെ തയക്കിന് ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ യസിരി ഹുക്കുമുഹു ഇലൽ ഫറഇ, ഫറഇലേക്കും അതിൻ്റെ ഹുക്കുമ് നടക്കും. ഇതുപോലെ കമാല യസ്ബുത്തുൽ ഹദീസു ബിൻ നിസ്ബത്തി ഇലൈഹി ലാ യസ്ബുത്തു ബിൻ നിസ്ബത്തി ഇലൽ ഫറഇ. അയാളിലേക്ക് ഷെയ്ഖിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഹദീസ് സ്ഥിരപ്പെട്ടില്ല എങ്കിൽ ഫറഇലേക്ക് നിസ്ബ കൊണ്ട് ഹദീസ് സ്ഥിരപ്പെടുകയില്ല എന്നിട്ടാണ് അവിടെ എഴുതിയത് ഒഫി കസീരിൻ മിനൻ നുസ്ഖി, ധാരാളം നുസ്ഖകളിൽ ഫിൻ നഫി ബദല ഫി തഹഖീഖ്, തഹഖീഖ് എന്നതിന് പകരമായിട്ട് നഫി എന്നവിടെ ഒരു നുസ്ഖയുണ്ട്. ധാരാളം നുസ്ഖയിൽ അങ്ങനെയാണ്. വ തഅബീറു ബി തഹഖീഖ് ഹുന, ഇവിടെ തഹഖീഖ് കൊണ്ടുള്ള ഇബാറത്ത് അദഖു മിന തഅബീരി ബിൻ നഫി, നഫി കൊണ്ടുള്ള ഇബാറത്തിനേക്കാൾ ഏറ്റവും ദഖീഖായതാണ്. കാണല്ലേ അന്നൽ മൗജൂദ ഹുന, ഇവിടെ ഉള്ളത് ഹുവ തറദ്ദുദു വഅദമു തയഖുനി, തറദ്ദുദും തയഖീനില്ല എന്നതുമാണ്, അല്ലാതെ ലൻ നഫിയു, ലൻ നഫി അല്ല. അങ്ങനെ ഉർസിമ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കീലക്കാരുടെ അഭിപ്രായമാണത്. അപ്പോൾ അബൂ ഹനീഫയുടെ അസ്ഹാബിൽ ചിലരാണ് ആ ഖായിൽ എന്ന് പറയുന്നുണ്ട്. വഹാദ, ഈ പറഞ്ഞ കീല മുതഅഖബുൻ, അത് ഇത്റാദ് ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ബി അന്ന അദാലത്തൽ ഫറഇ, ഇവിടെ ശിഷ്യന്റെ ഫറഇന്റെ അദാലത്ത് യഖ്തബി സിദ്ഖഹു, ആ ഫറഇന്റെ സിദ്ഖിനെ തേടുന്നുണ്ട്. വ അദ്മു ഇൽമിൽ അസ്ലി, അസ്ലിന് ഈ ഹദീസിനെ കുറിച്ച് ഇൽമില്ല എന്നുള്ളത് ലാ യുനാഫിഹി, ആ ഫറഇന്റെ സിദ്ഖിനോട് എന്തല്ല, എതിരല്ല. അപ്പോൾ ഫൽ മുസ്ബിത്ത് മുഖദ്ദമുൻ അല നാഫി, അപ്പോൾ നാഫിയേക്കാൾ മുസ്ബിത്തിനെ മുന്തിക്കപ്പെടണം എന്ന ഖായിദയാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഈ ഫറഇനെ മുന്തിക്കും. ഈ കീല അത് പറഞ്ഞത് മർദൂദാണ് എന്നാണ് ഇപ്പോൾ വിനാജർദ്ദങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ അമ്മ ഖിയാസു ദാലിക, ഈ റിവായത്തിനെ ഖിയാസ് ചെയ്യൽ ബി ഷഹാദത്തി, ഷഹാദത്തിനോട് ഖിയാസ് ചെയ്യൽ ഫാസിദുൻ, അപ്പോൾ അത് ഫാസിദാണ്. കാരണം അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, പിന്നെ ഫാറുക്കുണ്ട് ഷഹാദത്തിൻ്റെ റിവായത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഫാരിക്കുള്ളത് കൊണ്ട് ഈ പിന്നെ ഖിയാസ് എന്തല്ല, പിന്നെ ശരിയല്ല, അത് ഫസാദാണ്. കാരണം അന്ന ഷഹാദത്തൽ ഫറഇ, ഫറഇന്റെ ഷഹാദത്ത് ലാ തുസ്മഉ മാൽ ഖുദ്റത്തി അല ഷഹാദത്തിൽ അസ്ലി, അസ്ലിന് ഷഹാദത്തിന് കഴിവുള്ളതോടുകൂടെ, ഷഹാദത്തിൻ്റെ മേൽ കഴിവുള്ളതോടുകൂടെ ഫറഇ ഷഹാദത്ത് ചെയ്താൽ അത് കേൾക്കപ്പെടുകയില്ല. ബി ഖിലാഫി റിവായത്തി, എന്നാൽ റിവായത്തിനെതിരായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ റിവായത്തും ഷഹാദത്തും തമ്മിൽ ഫർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിവായത്തിനോട്, ഈ ഷഹാദത്തിനോട് ഈ റിവായത്തിനെ ഖിയാസാക്കാൻ പറ്റൂല.
കാരണം അവിടെ ഖിയാസാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. കാരണം ഷഹാദത്തിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതാണ്, പിന്നെ ഈ ഫറഇൻ്റെത് തള്ളപ്പെടുകയാണ് ചെയ്യേണ്ടത് അതിലോട് ഖിയാസാക്കുമ്പോൾ. അതായത് അസ്ല് ഷഹാദത്തിനെ ജഹദ് ചെയ്താൽ അതുകൊണ്ട് ഫറഇൻ്റെ ഷഹാദത്തിനെ തള്ളപ്പെടുമെന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനോട് ഖിയാസാക്കുവാകുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെയും ഈ ഫറഇൻ്റെ വിവാദം തള്ളപ്പെടേണ്ടി വരും. അതിന് മറുപടിയാണ് എന്ത് ചെയ്തത് പറഞ്ഞത്, ആ ഖിയാസ് ഫസാദാണ്. കാരണം ഈ രണ്ട് മസാലയുടെ ഇടയിൽ ഫർഖുണ്ട്, ഫാരിഖുണ്ട്. ബി ഉജൂദിൽ ഫാരിഖ് ബൈന മസ്അലത്തി ഷഹാദത്തി വ റിവായത്തി. ഇമാം എഴുതി അതെന്താ, വദാലിക അന്ന ഷഹാദത്തൽ ഫർഇ ലാ തുസ്മഉ മഅൽ ഖുദ്റത്തി അലാ ഷഹാദത്തിൽ അസ്ലി. അസ്ലിന് ഷഹാദത്തിന് കഴിവുള്ളതോടുകൂടെ ഫർഇ ഷഹാദത്ത് ചെയ്താൽ കേൾക്കപ്പെടില്ല. ബി ഖിലാഫി റിവായത്തി ഫഇന്നഹ, റിവായത്തിൻ്റെ പിന്നെ റിവായത്ത് തുഖ്ബലു, അത് സ്വീകരിക്കപ്പെടും മഅൽ ഖുദ്റത്തി അലാ റിവായത്തിൽ അസ്ലി, അസ്ലിന് റിവായത്ത് ചെയ്യാൻ കഴിവുള്ളതോടുകൂടെ എന്ന്. എന്നിട്ട് അപ്പം മിൻഹ മസലത്തിൽ കിതാബ്, ഇപ്പോൾ കിതാബിൽ പറഞ്ഞ മസാല അതാണ്. അപ്പോൾ ഫസ്തറഖ, അപ്പോൾ ഫലം യസിഹൽ ഖിയാസ് ശരിയായിട്ടില്ല. അതാ ഫസ്തറഖ ഐ റിവായത്തു അഷഹാദത്തു. അപ്പോൾ റിവായത്ത് ഷഹാദത്തും തമ്മിൽ ഫർഖായി. വഫീഹി ഐ വഫീ ഹാദൻ നൗഇ, ഈ നൗഇൽ പിന്നെ സന്നഫ ദാറഖുത്നി ഇമാം ഗ്രന്ഥരചന നടത്തി. എന്താ രചന? കിതാബം മൻ ഹദ്ദസ വ നസിയ, ഹദീസ് പറഞ്ഞു എന്നിട്ട് മറന്നു എന്ന പേരുള്ള കിതാബ്. ദാറഖുത്നി ഇമാമിന്റെ കിതാബിന്റെ പേരാണ് മൻ ഹദ്ദസ വ നസിയ. വഫീഹി, ദാറഖുത്നി ഇമാമിന്റെ ഈ കിതാബിലുണ്ട് മാ യദുല്ലു അലാ തഖ്വിയത്തിൽ മദ്ഹബി സഹീഹി, ഇവിടെ ഈ സഹീഹായ മദ്ഹബിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ മേലെ അറിയിക്കുന്നതായ ഒന്ന് ആ ഗ്രന്ഥത്തിലുണ്ട്. സഹീഹായ മദ്ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുസന്നിഫ് ഇവിടെ ഖുബില ദാലിക്കൽ ഹദീസു ഫിൽ അസഹി എന്ന് പറഞ്ഞല്ല, ആ അസഹാണ്. ഇവിടെ ഷറഹ് മുസന്നിഫ് എഴുതിയപ്പോൾ എന്താണ് അല മദ്ഹബി സഹീഹി എന്നാണ് എഴുതിയത്. അപ്പോൾ സഹീഹിൻ്റെ മുഖാബില വാസിദായിട്ടല്ലേ അവർ, ഇവിടെ അസഹ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ വന്നപ്പോൾ സഹീഹ് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇമാം ആ ഇബാറത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വഹുവല്ലദി അബ്ബറ അൻഹു ഫിൽ മത്നി ബിൽ അസഹി. ഈ സഹീ മദ്ഹബ് സഹീഹ് എന്ന് പറഞ്ഞാൽ മുസന്നിഫ് ഇവിടെ പിന്നെ മത്നിൽ അസഹ് എന്നുകൊണ്ട് ഇബാറത്തിട്ടതാണ് അവിടെ ഉദ്ദേശം. പിന്നെ ഇവിടെ എന്താ സഹീഹ് എന്ന് പിന്നെ ഇവിടെ ശറഹ് എഴുതിയപ്പോൾ മുസന്നിഫ് അങ്ങനെ എഴുതിയത്? അതിന് കാരണം പറയുന്നത് വല അല്ല വജ്ഹൽ മുഖാലഫത്തി ഫി തഅബീരി, ഇങ്ങനെ ഇബാറത്തിട്ടതിലുള്ള ഈ മുഖാലഫത്തിന്റെ വജ്ഹ ആയേക്കാം. അന്നൽ മുസന്നിഫ് കാന ലഹറ ലഹു വഖ്ത തഅരീഫിഹി ലിൽ മത്നി, മത്നിനെ മുസന്നിഫ് രചിക്കുന്ന സമയത്ത് മുസന്നിഫിന് ലാഹിറായ ആയി എന്ത് അന്നലിൽ ഖൗലി, ആ ഖൗലിനുണ്ട് എന്ത് ലിൽ ഖൗലിൽ മുഖാബിലി, ആ മുഖാബിലയായ ഖൗലിനുണ്ട് ഖുവ്വത്ത് ഉണ്ട്. വജ്ഹൻ മിന സിഹത്തി, സിഹത്തിൽ നിന്നുള്ള ഒരു വജ്ഹ് ഉണ്ട് എന്ന് മുസന്നിഫിന് ലാഹിറായതായേക്കാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഫഅബ്ബറ അൻ ഹാദൽ ഖൗലി ബിൽ അസഹി, അപ്പം മത്ന് എഴുതുമ്പോൾ അസഹ് എന്നുകൊണ്ട് എന്ത് ചെയ്തു, അപ്പോൾ ഇബാറത്തിട്ടു. അൽ മുസ്തരി ബി സിഹത്തി മുഖാബിലിഹി, അസഹാവുമ്പോൾ അതിൻ്റെ മുഖാബില സിഹത്താണെന്ന് അറിയിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഇബാറത്തിട്ടതാണ്. അമ്മ വക്ത തഅലീഫിഹി ലിശ്ശറഹി, അപ്പോൾ ഷറഹിനെ രചിക്കുന്ന സമയത്ത് പിന്നെ വ ബഅദ റദ്ദിഹി ലിൽ ഖൗലിൽ മുഖാബിലി, പിന്നെ ആ മുഖാബിലയായ ഖൗലിനെ റദ്ദ് ചെയ്തതിന് ശേഷം റദ്ദൻ കവിയായ റദ്ദ് ചെയ്തതിന് ശേഷവും ഫഖദ് ലഹറ ലഹു ഫസാദുഹു, അപ്പോൾ മുസന്നിഫിന് എന്ത് ചെയ്തു, അതിൻ്റെ ഫസാദ് ലാഹിറായി.
അപ്പോൾ അബ്ബർ അൻ ഹാദൽ മദ്ഹബി ബി സഹീഹി അൽ മുഷ്ഇരി ബി ഫസാദി മുഖാബിലിഹി. അപ്പോഴാണ് എന്ത് ചെയ്ത് അതിൻ്റെ മുഖാബില ഫസാദാണെന്ന് അറിയിക്കുന്ന സഹീഹ് കൊണ്ട് എന്ത് ചെയ്തു ഈ മദ്ഹബിനെ പറ്റി ഇബാറത്തിട്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ എന്ത് ചെയ്തത് സഹീഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആ പറഞ്ഞ അസഹായ ആ അഭിപ്രായത്തെ ശക്തിപ്പെടുത്തുന്നതായ പിന്നെ ദലീലുകളൊക്കെ ദാറഖുത്നി എന്ന ഇമാമിൻ്റെ ആ ഗ്രന്ഥത്തിലുണ്ട്. കാരണം ലി കൗനി കസീരി മിൻഹും, ആ മുഹദ്ദിസീങ്ങളിൽ നിന്ന് അധികം ആളുകളും ആയതിനു വേണ്ടി ഹദ്ദസു അവർ റിവായത്ത് ചെയ്തു ബി അഹാദീസ ധാരാളം റിവായത്തുകൾ. ഫലമ്മ ഉരുളത്ത് ആ ഹദീസുകളൊക്കെ വെളിവാക്കപ്പെട്ടപ്പോൾ അലൈഹിം ആ മശായിഖന്മാരുടെ മേൽ വെളിവാക്കപ്പെട്ടപ്പോൾ ലം യതദക്കറൂഹ അതിനൊന്നും അവർക്കെന്തില്ല ഓർമ്മയില്ല അങ്ങനത്തെ ഹദീസ്. പക്ഷേ ലാക്കിന്നഹും പക്ഷേ അവർ എഴുത്തിമാദിഹിം അവരാശ്രയിച്ചതിന് വേണ്ടി അല റുവാത്തി അൻഹും ഈ മശായിഖന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ശിഷ്യന്മാരുടെ മേൽ എത്തിമാദ് ചെയ്തതിന് വേണ്ടി സാറു അവരായി യറൗനഹ ഈ ഹദീസുകളെ അവർ റിവായത്ത് ചെയ്യുന്നവരായി അല്ലദീന ഒരുത്തരെ തൊട്ട് റിവായത്ത് ചെയ്യുന്നവരായി. എങ്ങനത്തെ ഒരുത്തർ റവൗഹ അൻഹും അവർ ആ ശൈഖന്മാരെ തൊട്ട് അവർ റിവായത്ത് ചെയ്തു, ആ റിവായത്തോടെ തൊട്ട് റിവായത്ത് ചെയ്യുന്നവരായി. അൻ അംഫുസിഹിം ആ ആരെ തൊട്ട് റിവായത്ത് ചെയ്യുന്നവരായി ആ ഉസൂലുകളെ അംഫുസിഹിം എന്ന് പറഞ്ഞാൽ ആ ഹിംനട മർജിയിലെയും ഉസൂല് ആ ഉസൂലുകളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നവരായി. ഇവിടെ ആ അൻഹും എന്നതിൻ്റെ തൗക്കീദാണ് അൻ അൻഫുസിഹിം എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുഹഷി ആ കൗലെടുത്തിട്ട് അവിടെ കൊടുത്തേക്കുന്നുണ്ട്. അല്ലദീന റവൗഹ അൻഹും അൻ അൻഫുസിഹിം ഇലഹ് ഖൗലുഹു അൻ അൻഫുസിഹിം ലൈസ തൗക്കീദൻ ലി ഖൗലിഹി അൻഹും. അൻഹും എന്നത് കൗലിൻ്റെ തൗക്കീദല്ല, ബൽ സൗഖുൽ ഇസ്നാദി അൻ തിൽക റുവാത്തി ഇല അൻഫുസിഹിം. അപ്പോൾ ലമീറു അൻഹും യർജിഉ ഇലൽ ഫുറൂഇ അൻഹും എന്നുള്ളതിൻ്റെ ലമീർ ഫുറൂഇലേക്കാണ് മടങ്ങുക. വ ലമീറു അൻ അൻഫുസിഹിം എന്നതിൻ്റെ ലമീർ യർജിഉ ഇലൽ ഉസൂലി. കദാ യുഫ്ഹം മിൻ ശറഹി ശറഹ്. അപ്പോൾ അങ്ങനെ ധാരാളം അവർ എന്ത് ചെയ്തിട്ടുണ്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് ഹദീസി സുഹൈൽ ബിൻ അബി സാലിഹിൻ അൻ അബീഹി അൻ അബീ ഹുറൈറത്ത മർഫൂഅൻ ഫി ഖിസ്സത്തി ഷാഹിദി വൽ യമീനി. ഷാഹിദ് യമീനിൻ്റെ ഖിസ്സയിൽ ഉള്ള ഈ ഹദീസ് അബൂ ഹുറൈറയെ തൊട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് സുഹൈൽ എന്നവർ റിപ്പോർട്ട് ചെയ്യാണ്. ഈ ഹദീസ് പിന്നെ അത് കാല അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ദറാവർദി. ഈ അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ദറാവർദി എന്നവർ പറഞ്ഞു, അവർ പറയാണ് ഹദ്ദസനി ബിഹി റബീഅത്തു ബിൻ അബി അബ്ദുറഹ്മാൻ അൻ സുഹൈലിൻ. ഈ റബീഅത്ത് എന്നവർ അബ്ദുൽ അസീസ് എന്നവരോട് എന്ത് ചെയ്തു, ഈ സുഹൈൽ എന്നവരെ തൊട്ട് അബി അബ്ദുറഹ്മാൻ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ എന്നവർ ഈ ഹദീസ് അബ്ദുൽ അസീസ് എന്നവരോട് പറഞ്ഞപ്പോൾ കാല ഈ അബ്ദുൽ അസീസ് എന്നവർ പറയാണ് ഇപ്പോൾ ലഖീത്തു സുഹൈലൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സുഹൈൽ എന്നവരെ കണ്ടപ്പോൾ ഇപ്പോൾ സഅൽതുഹു അൻഹു. അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ എന്ന സുഹൈൽ എന്നവരുടെ ശിഷ്യൻ പറഞ്ഞതായ ഈ ഹദീസിനെ കുറിച്ച് ഞാൻ ഈ ഉസ്താദിനോട് ഷേഖിനോട് എന്ത് ചെയ്ത് ഞാൻ ചോദിച്ചപ്പോൾ ഫലം യരിഫുഹു ഈ ഷേഖ് എന്ത് ചെയ്തിട്ടില്ല, അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇൻകാർ ചെയ്തിട്ടില്ല, തർദ്ദായി. അപ്പോൾ കുൽത്തു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന റബീഅത്ത ഹദ്ദസനി അങ്ക ബി കഥ. റബീഅത്ത് പിന്നെ നിങ്ങളെക്കുറിച്ച് എന്നോട് ഇന്നത് പറഞ്ഞല്ലോ, ഇന്ന ഹദീസ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പോൾ കാന സുഹൈലൻ. അപ്പോൾ ഈ സുഹൈൽ എന്നവരായി ഈ ബാദദാലിക ഇതിന് ഈ സംഭവത്തിന് ശേഷം യഖൂല് പറയുന്നവരായി എന്താ പറയുമായിരുന്നു, ഹദ്ദസനി റബീഅത്തു അന്നി
റബീഅ എന്നെ തൊട്ട് ഹദീസ് പറയുന്നു. എന്താ പറയുന്നത്? അന്നി ഹദ്ദസ്തുഹു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അൻ അബി, എൻ്റെ അബിനെ തൊട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഹദീസ് പറഞ്ഞു കൊടുത്തു. പിന്നെ അന്നി ഹദ്ദസ്തുഹു അൻ അബി ബിഹി, ആ പറയപ്പെട്ട ഹദീസ് കൊണ്ട് എൻ്റെ അബിനെ തൊട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഹദീസ് പറയുന്നുണ്ട് എന്ന് എന്നെക്കുറിച്ച് റബീഅത്ത് ഇങ്ങനെ പറയുന്നു എന്ന് ഇദ്ദേഹം സുഹൈൽ എന്നവർ പറയുമായിരുന്നു എന്ന. എവിടെ ഈ മഖാമിനോട് പിന്നെ യോജിച്ച ഇബാറത്ത് ഇവിടെ സുഹൈൽ എന്നവർ പറയേണ്ടത് എന്താ പറയേണ്ടത്? ഹദ്ദസനി റബീഅത്തു എന്നാണ്. പക്ഷെ സത്യത്തിൽ ഇവിടെ ഈ സുഹൈൽ എന്നവരോട് ആരാണ് പറഞ്ഞു കൊടുത്തിരുന്നത്? അബ്ദുൽ അസീസ് എന്നവരാണ്. അപ്പോൾ അവിടെ നല്ലത് എങ്ങനെയായിരുന്നു? അയാൾ പറയേണ്ട യഖൂല ഹദ്ദസനി അബ്ദുൽ അസീസു അൻ റബീഅ, റബീഅത്തിനെ തൊട്ട് അബ്ദുൽ അസീസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു. എന്താ പറയേണ്ടത്? റബീഅത്ത് ഇങ്ങനെ ഹദീസ് എന്നെ കുറിച്ച്, പിന്നെ എൻ്റെ വാപ്പയെ തൊട്ട് ഞാൻ അയാളോട് ഇങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് റബീ പറഞ്ഞതായിട്ട് അബ്ദുൽ അസീസ് എന്നോട് പറഞ്ഞു എന്നായിരുന്നു. അങ്ങനെയാണ് പറയേണ്ടിരുന്നത്. അതാണ് അവിടെ, കാരണം അതാണ് ലാഹിറിനോട് യോജിച്ചത്, അതായിരുന്നു. അത് ഞാനവിടെ ഓതിയ സമയത്ത് നമ്മുടെ ഷെയ്ഖിനെ പറഞ്ഞു തന്നത് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ വഹുവ, ഈ പിന്നെ റബീഅത്ത് അല്ല ഈ അബ്ദുൽ അസീസ് എന്നവർ എന്നോട് പറഞ്ഞു വന്ന് വഹുവ സിഖത്തുൻ നിന്ദി വല്ലൗല അൻ യഖൂല ഹദ്ദസനി അബ്ദുൽ അസീസു അൻ റബീഅത അന്നി ഹദ്ദസ്തുഹു അൻ നബി ബിഹി എന്നായിരുന്നു പറയേണ്ടത്. അതായിരുന്നു നല്ലത് എന്ന്. പിന്നെ വനളാഇറുഹു, അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് ശിഷ്യൻ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ ഷെയ്ഖ് അതിന് തർദ്ദായതാണ്. എൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. വനളാഇറുഹു, ഇതിന് സമാനമായ ഹദീസുകൾ കസീറത്തുൻ, ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാം. അപ്പോൾ അതിലെ നമ്മുടെ അസഹായ മദ്ഹബ് അനുസരിച്ച് എന്ത് ചെയ്യും? അത് പിന്നെ ഇഹ്തിമാലായ ജഹദാണ് ഇൻകാറാണെങ്കിൽ സ്വീകരിക്കും എന്നാണ്. പിന്നെ ജസ്മൻ നിലയ്ക്കുള്ള ജഹദാണെങ്കിൽ അപ്പോഴാണ് തള്ളപ്പെടുന്നത്. ഇഹ്തിമാലുള്ളെങ്കിൽ സ്വീകരിക്കുന്നതാണ് അസഹായ മദ്ഹബ്. സ്വല്ലല്ലാഹു തആല വസല്ലം.